ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാധീസ് വേൾഡ്. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു പുലാവ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ബസ്മതി റൈസ് കഴുകി വെച്ചതാണ്. പിന്നെ പട്ട, കരയാമ്പൂ, ഏലക്ക ഉള്ള ഗരം മസാല, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/3 കപ്പ് പീസ്, 1/2 ടേബിൾ സ്പൂണോളം ജീരകം, പിന്നെ ആവശ്യത്തിന് ഓയിൽ, പിന്നെ നെയ്യ്, പിന്നെ ഒരു 1/2 സവാള നീളത്തിൽ അരിഞ്ഞതും, ഒരു പച്ചമുളക്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ചൂടായ പാനിലോട്ട് നമ്മളൊരു 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് ജീരകം ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാലാസ് ആഡ് ചെയ്യാം. അധികമൊന്നും വേണ്ട. ഞാനിവിടെ 2 ഏലക്ക, 4 ഗ്രാമ്പൂ, 1 ഇഞ്ച് പട്ട, പിന്നെ 2 ബേ ലീവ്സ് ഇത്ര ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ 1 ഗ്ലാസ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ, അത് കാരണം. 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്യാണ്. ഇത് ചെറുതായി ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ പച്ചമണക്ക് മാറിയതിന് ശേഷം നമുക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1.5 മുതൽ 2 കപ്പ് വരെ വെള്ളം, നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യണം. തണുത്ത വെള്ളം ആഡ് ചെയ്തിരിക്കുക. അതിനുശേഷം പീസ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കുന്ന വരെ നമ്മളിതൊന്ന് തുറന്ന് വെക്കണം. ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ച് ഒരു 15 മിനിറ്റോളം വളരെ സിമ്മിൽ ഇട്ട് വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ പുലാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിവിടെ ഫ്രോസൺ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ സാധാരണ പീസ് എടുത്ത് അതൊന്ന് വേവിച്ച് റൈസിൽ ചേർത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.